ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. നല്ല ചുട്ടെടുത്ത പച്ചമാങ്ങ ജ്യൂസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കനലിൽ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ ഈ രണ്ടും ഓപ്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്താലും മതിയാവും. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പുറം ഭാഗം ഫുള്ള് നന്നായിട്ടൊന്ന് കറുത്തിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. ഇനി വേണ്ടത് ഇതിൻ്റെ പുറത്തുള്ള തൊലി ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് മാറ്റണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തേക്കും ഈ ചെറിയ ചെറിയ തൊലിയുടെ കറുപ്പൊക്കെ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതല്ല, അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കാണിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു വിട്ടോ അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മാങ്ങ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് പുതിന ഇലയാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിന ഇല ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്തതിൻ്റെ പേരിലാണ് 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്തത്. അതും പോയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ലെമൺ ജ്യൂസ് ചേർക്കുമ്പോഴത്തേക്കും. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഉപ്പ് മസ്റ്റായിട്ട് വേണം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തേക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ ജീരകത്തിൻ്റെ മണവും ഫ്ലേവറും ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും. അതിൻ്റെ പേരിലാണ്. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സ്മൂത്തി ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ചെറിയ കട്ടയോ അങ്ങനെ ഒന്നുമില്ല, നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. കാരണം ഇച്ചിരി നല്ല പുളിയുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഒരുപാട് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ളൊരു പച്ചമാങ്ങ ജ്യൂസാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് 1 പച്ചമാങ്ങ മതിയാവും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.